നമസ്കാരം. പ്രമുഖ സിനിമാ നടൻ മോഹൻലാലിനെതിരെ വലിയ സൈബർ അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മകൾ വിസ്മയ മോഹൻലാൽ ഒരു വിഷയം കണ്ടപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മോഹൻലാലിനെയും വേട്ടയാടുന്നത്. മകളെ വകതിരിവ് പഠിപ്പിക്കൂ എന്നൊക്കെയാണ് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ മോഹൻലാലിനോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രത്യേക സാഹചര്യത്തിൽ മോഹൻലാലിനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ സ്നേഹവും ആദരവും ഒക്കെ കൂടുകയാണ്. മലയാളികൾ ആ ഇഷ്ടമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. ചുരുക്കം ചില വിവരദോഷികളാണ് മോഹൻലാലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ. മകൾ വിസ്മയ മോഹൻലാൽ കണ്ട കാര്യം പറഞ്ഞു, ചോദിക്കാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. ഇന്നലെ വരെ മോഹൻലാലിന്റെ മകൾ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ആ ഒരു മേൽവിലാസം വേണ്ട ആ കുട്ടിയെ അറിയാൻ. അതായത് അഭിപ്രായം പറയാൻ കെൽപ്പുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ആ കുട്ടി ബോധ്യപ്പെടുത്തി, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി. എന്തായാലും ഞാൻ പറഞ്ഞു, മോഹൻലാലിനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ കൂടി വരുന്നു, മലയാളികൾ അത് പങ്കുവെക്കുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് മലയാളികൾ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ സ്നേഹം കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു മകളെയാണ് മോഹൻലാൽ വളർത്തി വലുതാക്കിയത്. അച്ഛന്റെ തണലിലോ തടവിലോ അല്ല ഈ മകളുള്ളത്. കണ്ട കാര്യം പറയാൻ ശേഷിയുള്ള ഒരു മകളാണ്. ഒരിക്കലും കണ്ട കാര്യം പറയുന്നതിന് അച്ഛന്റെ വിലക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മോഹൻലാലിനെ എല്ലാവരും ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നാലാളറിയുന്ന വിപ്ലവം സൃഷ്ടിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അറിയാൻ വേണ്ടി ചില പേരുകൾ ഞാൻ പറയാം, പുതിയ തലമുറക്ക് പോലും പരിചയമുള്ള ആളുകളുടെ പേരുകൾ. ഒന്ന് കെ കരുണാകരൻ, ഇ കെ നായനാർ, വി എസ് അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അങ്ങനെ കുറച്ച് വിരലിലെണ്ണാവുന്ന നേതാക്കന്മാർ. അവർ വിപ്ലവം സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ്. മാത്രമല്ല അവരുടെയൊക്കെ ഒരു വലിപ്പം, ഉമ്മൻചാണ്ടി, ആ പേര് ഞാൻ വിട്ടുപോയതാണ്, അവരുടെയൊക്കെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയത് അവരൊക്കെ മരിച്ചപ്പോഴാണ്. വലിയ ഒരു ജനക്കൂട്ടം രാഷ്ട്രീയത്തിനപ്പുറം ഇവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇവരുടെ ഇടപെടൽ എതിർശേരിയിലുള്ള ആളുകൾക്ക് പോലും അത് സ്വീകാര്യമായിരുന്നു. അവർ ഈ നേതാക്കന്മാരെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഉള്ളതിനേക്കാൾ ചില ഗുണം മോഹൻലാലിനുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ല, ഏവരും ഇഷ്ടപ്പെടുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് മോഹൻലാൽ. എന്നിട്ട് പോലും മോഹൻലാൽ സ്വന്തം മക്കളെ അഭിപ്രായം പറയാൻ ശേഷിയുള്ളവരാക്കി മാറ്റി. ആ ഒരു നിലക്ക് അവരെ വളർത്തി. അതേസമയം ഇവിടെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ നമ്മൾ അവരെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നായനാരുടെ മകനാണെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ മകനാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിലും, ഉമ്മൻചാണ്ടിയുടെ മകൻ രാഷ്ട്രീയക്കാരനായി വന്നു. അതേസമയം പിണറായി വിജയന്റെ മകൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ട് എന്ന് ചോദിച്ചാൽ പോലും എൻ്റെ മകൻ അറിയില്ല എന്ന് ഈ കഴിഞ്ഞ സമയത്താണ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതൊരു വലിയ കാര്യം എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും നാടിനു വേണ്ടി വലിയ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അവർ പൊതുവിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഒരിടത്തും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ IAS അതുപോലെ തന്നെ ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളുമാണ്. അതുപോലെ പല രാഷ്ട്രീയക്കാരുടെയും മക്കളൊക്കെ പഠിച്ചത് വിദേശത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നീറ്റ് UG എക്സാമുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളൊന്നും അവരെ ഒരിക്കലും ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ വിഷയങ്ങളിൽ ഒരിക്കലും ഇടപെടാത്ത, ആ വിഷയങ്ങളൊന്നും ബാധിക്കാത്ത ചെറുപ്പക്കാർ, അതാണ് രാഷ്ട്രീയക്കാരുടെ മക്കൾ. അവർ അവരുടേതായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു, അവർ ഉന്നതമായിട്ടുള്ള പദവികളിൽ എത്തി, വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സും അതുപോലെ തന്നെ മറ്റു ജോലികളും ഒക്കെ ചെയ്തവർ സുഖമായി ജീവിക്കുകയാണ്. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മാത്രമാണ് ഇവരുടെയൊക്കെ പേരുകളും വാർത്തകളും ഒക്കെ ഇവിടെ ചർച്ചയാകുന്നത്, അല്ലെങ്കിൽ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് ചില സിനിമാ നടന്മാരുടെ, നാട്ടിലെ ചില പ്രമുഖന്മാരുടെ മക്കൾ എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായി. ഒരിക്കലും ഈ വിഷയങ്ങളൊന്നും ബാധിച്ചിട്ടില്ലാത്ത ആളുകളാണ് യുവാക്കളുടെ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ഒക്കെ സൈബർ അധിക്ഷേപങ്ങൾ തുടരുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോഹൻലാലിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ
മലയാളി സമൂഹം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ, ചില പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ഇക്കാര്യം ഒന്ന് എടുത്തു പറയാം എന്ന് തീരുമാനിച്ചത്. മതേതരത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയാണ്, മുഖത്തടിച്ചതുപോലെയാണ് വിസ്മയ മോഹൻലാൽ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിന് ചില്ലറ ധൈര്യം പോരാ. ഇപ്പോഴും ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പെൺകുട്ടിയോടുള്ള എല്ലാവിധ സ്നേഹാദരവുകളും ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിപ്രായം പറയാൻ ശേഷിയുള്ള, വകതിരിവുള്ള ഒരു മകളെ ഈ സമൂഹത്തിന് സമ്മാനിച്ച ലാലേട്ടനോടും എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്.